What's up, everybody? Welcome back. Today is a Wednesday, and I have classes today, but it's only at 3, and right now it's already 1. Appo I have to get ready and go to my classes. So, ningalum end up in the class like varunundu. I thought I'll be having an online lecture today, but no, that should have cancelled, and they made it offline itself. So I have to go and attend there, and probably I'll be coming back by 7:30. I'm sorry, the class would end at probably by 8:30, and I'll be back home by 9:30 or 10, I guess. Also, in the Luas എല്ലാം ക്യാൻസൽ ആയിരിക്കാം. So I have to take bus. I'm taking the bus for the first time. I don't know how things work, so come with me and let's figure it out, I guess. ഇന്ന് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് വി ആർ മേക്കിംഗ് ദോശ ആൻഡ് സാമ്പാർ നേരത്തെ ഉണ്ടാക്കി വെച്ചു. ഇനി എനിക്ക് ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇന്ന് എനിക്ക് ലേറ്റ് ഉണ്ടാകുന്നുണ്ട്, കാരണം ഐ ഹാവ് ടു ഫിഗർ ഔട്ട് ദ ബസ് റൂട്ട്സ്. എനിക്കത് അറിയാത്തത് കൊണ്ടിട്ട് എനിക്കത് നേരത്തെ ഒന്ന് ചെന്നാൽ കൊള്ളാം എന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് ഐ വിൽ ബി ലേറ്റ്, കാരണം ഐ ഡോണ്ട് നോ, ഐ കാൺ ടാക്കിൾ ദിസ് ഇഷ്യൂ. എനിക്ക് ഒരിക്കലും നേരത്തെ എത്താൻ പറ്റുന്നില്ല, ഒരിക്കലും സമയത്ത് എത്താൻ പറ്റുന്നില്ല. അതിപ്പോൾ ഒരു ഭയങ്കരമായ പ്രശ്നമായിക്കൊണ്ടിരിക്കാം. ആൻഡ് ഐ എം ജസ്റ്റ് ട്രൈങ് ടു ഓവർകം ദാറ്റ്. ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ പോകാൻ നോക്കാം. പക്ഷേ നടക്കുന്നില്ല വാട്ട്സ് എവർ. പക്ഷേ ലെറ്റ്സ് സീ. അപ്പോൾ നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കാം. ആൻഡ് ഐ എം തിങ്കിങ് ഓഫ് ആഡിങ് സം പ്രോട്ടീൻ ടു ഇറ്റ്. സോ ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കിയാലോ, അതോ ഷുഡ് മേക്ക് സംതിങ് ബിറ്റ് മോർ ഈസിയർ, ഒരു ബുൾസേ ആക്കിയാൽ മതിയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുക. ഐ തിങ്ക് ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഐ തിങ്ക് ഓംലെറ്റ് വുഡ് ബി റിയലി ഗുഡ്, ഐ ഗെസ്. ഞാനിവിടെ യൂഷ്വലി ബാറ്ററാണ് വാങ്ങിക്കുന്നത്. ഈ ഒരു ബ്രാൻഡിൻ്റെ റിച്ചസ് എന്നാണെന്ന് തോന്നുന്നു. റിച്ചസ് ഓക്കെ. ഇതിൻ്റെ ദോശ ബാറ്ററാണ് വാങ്ങിക്കുന്നത്, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. കാരണം നമുക്കിവിടെ പുളിച്ച് കിട്ടത്തൊന്നുമില്ല. അപ്പോൾ ഈ ബാറ്റർ അത്യാവശ്യം നന്നായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ ഒരു രുചിയുണ്ട് ദോശയ്ക്ക്. അല്ലാണ്ട് ഭയങ്കരമായ ചില സ്ഥലത്തൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര മാവ് പോലെയായിട്ട് തോന്നത്തില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് അത്യാവശ്യം നന്നായിട്ട് പുളിയൊക്കെ ഉണ്ട്. പക്ഷേ ഐ ഹേർഡ് ദ പീപ്പിൾ മൈക്രോവേവിലൊക്കെ വെച്ചിട്ട് മാവ് ആട്ടി വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. അതൊന്നും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. സോ ദിസ് ഇസ് മൈ ലൈഫ് സേവിയർ. ഇത് വെച്ചിട്ടാണ് ഉള്ള കളികളെല്ലാം നടക്കുന്നത്. ഇനി നമുക്ക് സാമ്പാർ ചൂടാക്കിയിട്ടും, കാരണം ദോശയും ഓംലെറ്റും ആയിട്ടുണ്ട്. നൗ ജസ്റ്റ് സാമ്പാർ. എനിക്ക് സാമ്പാർ കുറച്ച് ചൂടായിട്ടിരിക്കുന്നതാണ് കുറച്ച് ഇഷ്ടം. അപ്പോൾ അത് കാരണം ലെറ്റ്സ് ഹീറ്റ് ഇറ്റ് അപ്പ്. By the time I thought I'll make some strawberry milkshake. So I have my strawberries. These are frozen strawberries. അതാണ് കുറച്ച് നിൽക്കുന്നത് എനിക്ക്, കാരണം when I buy the fresh strawberries ഞാൻ മറന്നു ഈ സാധനമുള്ള കാര്യം. And I don't use it much also. Frozen ആകുമ്പോഴത്തേക്കും it will be in the freezer, and I'm using the oat milk. This is the brand that I'm using, and it's pretty nice. കുറച്ച് ക്രീമി ആയിട്ടുള്ള oat milk ആണ്, ഭയങ്കര വെള്ളം പോലെ ഉള്ളതല്ല. It was at this moment that he knew he fucked up. I spilled my strawberry milkshake. I hate myself. ഇങ്ങനെ തന്നെ ഞാൻ എവിടെയെങ്കിലും ലേറ്റ് ആവരുത് എന്ന് വിചാരിച്ച് പോകുന്ന ദിവസങ്ങളിൽ എന്തേലും ഒരു കാരണം വരും. വന്നിട്ട് അത് ലേറ്റ് ആവും. Anyway, let me just clean it up, and I'll see you after that. ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ. I'm making the milkshake once again, കാരണം നമ്മളാർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല.
I just finished my breakfast. Oh my god, that was super chaotic. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എപ്പോഴും ഇതുപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ടിട്ട് നേരത്തെ ഇറങ്ങണം വിചാരിക്കും, അന്നത്തെ ദിവസം ഞാൻ ലേറ്റ് ആവും. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വന്നിട്ട് ഞാൻ ലേറ്റ് ആവും. അത് സ്വാഭാവികം. ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ലേറ്റ് ഫോർ മൈ ക്ലാസ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2 മണിയായിട്ടുള്ളൂ. മൈ ക്ലാസ് ഇസ് അറ്റ് 3:30. സോ ഐ തിങ്ക് ഐ വിൽ മേക്ക് ഇറ്റ് അപ്പ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഐ എം ഗോണ ഗെറ്റ് റെസ്റ്റ് ആൻഡ് probably head out. അപ്പോഴായിരിക്കും ഞാൻ നിങ്ങളെ ഇനി കാണാൻ പോകുന്നത്. അപ്പോഴത്തേക്കും just got ready and this is what I'm wearing. I layered a thermal and then a shirt and then a sweater and then my pants and my sambas. That's it. ഇനി നമുക്ക് കോളേജിലേക്ക് ഇറങ്ങാം. സോ ടുഡേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരു ബസ് മാറിയാണ് പോകേണ്ടത്. സോ ഞാൻ ആദ്യമായിട്ടാണ് ബസ്സിൽ പോകുന്നത്. അങ്ങനല്ല, ലൂവാസിലാണ് ഞാൻ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ലൂവാസിൽ ഇന്ന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് കാരണം ട്രാക്സ് എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ബസ്സിലായിരിക്കും പോകേണ്ടത്. ഞാൻ ബസ്സിൽ ഇതുവരെ കോളേജിലേക്ക് പോയിട്ടില്ല. സോ ഐ ഡോണ്ട് നോ വിച്ച് ബസ് ടു ടേക്ക്. സോ ഐ എം ബിറ്റ് കൺഫ്യൂസ്ഡ് ഓൺ ദാറ്റ്. സോ എനിക്ക് ഇപ്പോഴെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ നന്നായിട്ട് താമസിച്ചു. Doors closing. Please mind the doors. Thank you. ഇവിടെ നിന്ന് വേറൊരു ബസ് കയറി എന്നിട്ടാണ് കോളേജിൻ്റെ അവിടെ എത്താനായിട്ട്. എന്നിട്ട് ഇനി അവിടെ നിന്നും എനിക്ക് നടക്കാനായിട്ടുണ്ട്. എന്തൊക്കെ തരം ജീവിതമാണ് ഈശ്വര. എനിക്ക് പോകാനുള്ള ബസ് നല്ല ലേറ്റായിട്ടാണ് കാണിക്കുന്നത്. സോ ഞാൻ എൻ്റെ പ്ലാൻ മൊത്തത്തിൽ മാറ്റി നടക്കാൻ പോവാം. ഓൾമോസ്റ്റ് 30 minutes ആണ് കോളേജിലേക്ക്. ബട്ട് ഐ സ്റ്റിൽ തിങ്ക് ഐ വിൽ ജസ്റ്റ് വാക്ക് ടു ദ കോളേജ്. Really good. വലിയ കുഴപ്പമില്ല. നമ്മളൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് ലേറ്റായിട്ട് ക്ലാസ്സിൽ കയറും. എന്തായാലും അറ്റൻഡൻസ് കിട്ടും. Somehow I managed to reach my college. Chattu, I can't even breathe because my lungs are really cold. Ni odippe class ne arata. And so headlines. The fatherless baby. Okay. So in this case, the headline doesn't make a lot of sense. We somehow finished the class. How was the class? Shit. As usual. So we have one more class. That's a PR class. So that's again Shit. good. So We get to see Peppa Pig. yeah. ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരുന്നവരുടെ ഇരട്ടപ്പേര പെപ്പ പിഗ് എന്നുള്ളത് അതുകൊണ്ട് കാര്യമാക്കണ്ട. It's a class from 6:30 to probably 8:30. So and when we go back home it will be probably by 9:30, right? When we reach back home. I live home at 8:40. I live on campus. She lives close by, so everything is good for her. Nothing is good for me. मेरी भी life चुदी पड़ी है. So I think we have a break of nearly 1.5 hours. Yeah. Do this.
I just finished my class and it's close to 9 മണി. തണുത്തിട്ട് എനിക്ക് കൈ പുറത്തിടാൻ പറ്റുന്നില്ല. But I have to somehow find the bus routes again. Sorry, I had to cross my road. ഇനി എനിക്ക് ബസ് റൂട്ട് തപ്പി കണ്ടുപിടിക്കണം. And it's already 9. ഞാൻ ഒരു തവണയെങ്കിലും ബസ്സിൽ നേരത്തെ പോയാൽ മതിയായിരുന്നു. അതാകുമ്പോൾ ഈ രാത്രി ഫിഗറിങ് ഔട്ട് കുറച്ച് പാടാണ്. ഏതാ ബസ് സ്റ്റോപ്പ് നമ്മൾ രാവിലെ കാണുന്ന പോലെയല്ല രാത്രിയിൽ. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് രാവിലെ പോകുമ്പോഴത്തേക്കും എനിക്ക് സ്ഥലങ്ങളൊക്കെ മനസ്സിലാവും, പക്ഷെ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ബിറ്റ് കൺഫ്യൂസിങ്. പക്ഷെ എന്നാലും ഞാൻ ഐ റിമെമ്പർ ദ ഷോപ്പ് നെയിംസ്. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ഞാൻ പെട്ടെന്ന് ഓർത്ത് വെക്കും കടകളുടെ പേര്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്പോട്ട് ഞാൻ എങ്ങനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. But I'm just walking to the next station where I'll be getting a bus, I guess so, I'm not sure. എനിക്കൊന്ന് ചെറുതായിട്ട് വഴി തെറ്റി, പക്ഷെ ഒരു കുഴപ്പമില്ല, നമ്മൾ നടക്കും. ഇന്ന് ടെമ്പറേച്ചർ വലിയ കുഴപ്പമില്ല, ഒരു 4 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഇപ്പം എനിക്കതൊക്കെ പുല്ല. ആദ്യമൊക്കെ വന്ന സമയത്ത് ഞാൻ വിറച്ച് കിടക്കുമായിരുന്നു, പക്ഷെ ഇപ്പം മരവെച്ച് യൂസ് ടു ആയി. ഹാവ് ടു വാക്ക് ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് എനിക്കിനി തിരിച്ച് നടക്കാനുണ്ട്. നടന്നതിന് ശേഷം മാത്രമേ എനിക്കിനി ബസ് കിട്ടുള്ളൂ. വീട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ആരെങ്കിലും സഹായിക്കാരെങ്കിലും വന്നേന്. എന്ത് വിദ്യ ദൈവം ഇതൊക്കെ. ബട്ട് എനിവേ, എന്തായാലും ഇന്ന് ജിമ്മിൽ പോയില്ല. അപ്പോൾ എനിക്കൊരു ദൈവം ഒരു എക്സ്ട്രാ നടത്തു തന്നതാ, കാര്യമില്ല. I somehow got into the bus. ഞാൻ ഒരു ബസ് ആക്ച്വലി ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ഒരു ബസ്സാണിത്. ഇതിനകത്ത് താഴെ ആരും കാണുന്നില്ല, മുകളിൽ ആരൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഐ വിൽ റീച്ച് മൈ ഹോം ബൈ ഒരു 10-15 minutes I guess. അത് ഇത്രയും നാളായിട്ട് ഇവിടെ വന്നിട്ട് ഇതുപോലൊരു വൃത്തികെട്ട യാത്ര എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമായിരിക്കും, പക്ഷേ തൽക്കാലത്തേക്ക് ഇത് മതി. ഇത്രയും ലൈഫ് എക്സ്പീരിയൻസ് എനിക്ക് മതി. ഒരു പുസ്തകം എഴുതാനുള്ള ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് വേണമെന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഈ തുണിയൊക്കെ ഒന്ന് അഴിച്ച് കളഞ്ഞിട്ട് കിടന്ന് ഉറങ്ങണം. ഹലോ, ഇറ്റ് വാസ് ഇൻഡീഡ് എ വെരി ലോങ് ഡേ. ഞാൻ വീട്ടിലൊരു 11:15 ആയപ്പോഴത്തേക്ക് തണുത്ത് നിറച്ച്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ഒരു വിൻസ്റ്റോം ഉണ്ടായിരുന്നു. അത് കാരണം നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി നമ്മളൊരു മറ്റിങ്ങനെ ഒന്നും ഇല്ലാത്ത പോലെ കഴിക്കണം, നമ്മൾ പറന്നു പോകുന്ന പോലെ അതിൻ്റെ ഒപ്പം. പക്ഷെ ഇറ്റ് വാസ് റിയലി കോൾഡ്. എന്തായാലും രണ്ടാമത്തെ ബസ് ഞാൻ നേരത്തെ കാണിച്ച ബസ്സില്ലേ, ആ ബസ് തന്നെ വീടിൻ്റെ സൈഡിലാണ് കൊണ്ടിറക്കിയത്. അപ്പോൾ എനിക്കിങ്ങനെ നടന്ന് ഇങ്ങോട്ടേക്ക് കയറി വന്നാൽ മതിയായിരുന്നു. ഐ ഹാഡ് മൈ ഫുഡ്, ഐ ഡിഡ് മൈ സ്കിൻ കെയർ. ഐ ജസ്റ്റ് വാണ്ട് ടു സ്ലീപ്പ് അറ്റ് ദിസ് പോയിന്റ് ബിക്കോസ് ഇറ്റ് വാസ് സച്ച് എ ഫക്കിംഗ് ലോങ് ഡേ. ഐ ജസ്റ്റ് വാണ്ട് ടു സ്ലീപ്പ് റൈറ്റ് നൗ. അപ്പോൾ അടുത്ത വ്ളോഗുമായി പിന്നെ കാണാം. അപ്പോൾ ശരി.